നമ്മൾ കഷ്ടപ്പെട്ട് നേടണതൊക്കെ നഷ്ടപ്പെടുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമായിരിക്കില്ലേ ഗെയ്സ്? എന്ന പോലെ ഉണ്ട് എനിക്ക് തെങ്ങ് കാണുമ്പോൾ ഭയങ്കര വിഷമം. ഇത് കണ്ട ഗെയ്സ് കൊലയിടിഞ്ഞാക്കണത് ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഞാൻ പല വീഴ്ച, അതായത് പല ജീവിതത്തിലെ വീഴ്ചകളും അല്ലാതെ തെന്നി വീഴ്ചയും ഒക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഇടയ്ക്ക് ഞാനൊരു വീഴ്ചയും കഴിഞ്ഞിരിക്കുകയാണ്. എന്നാലും ഞാനിതൊക്കെ മഴയത്ത് അത് എനിക്ക് ഈ ഓലമടലൊക്കെ വലിക്കാൻ പറ്റിയിട്ടില്ല. ഇത് കണ്ട താഴെ വീണത് അവിടെ തന്നെ കിടക്കാനിട്ടാ ഗെയ്സ്. പിള്ളേർക്കാണെങ്കിൽ സമയമില്ല. അപ്പം നമ്മൾ അവൻ്റെ ആ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. പിന്നെ പണിയൊക്കെ അവനും ഒക്കെ കാലിനൊക്കെ ഒരു ഇതൊക്കെ പറ്റിയിരിക്കുന്നു, പറ്റിയില്ല. അപ്പോൾ ഇത് കണ്ട ഗൈസ് കൊലയൊക്കെ ഇടിഞ്ഞാക്കിണ്. അപ്പോൾ ഇനി ഇതേപോലെ ഒരു കാറ്റും കൂടി വന്നിട്ടുണ്ടെങ്കിൽ ആ കൊലയെല്ലാനും മൊത്തം മറ്റേ വെള്ളക്ക് വീണ പോലെ വീണു പോകും. ഇത് കണ്ട ഗൈസ് ഇപ്പം എൻ്റെ ഈ പറമ്പ് 10-17 കൊല്ലമായിട്ട് ഇതേപോലെ ആയിട്ടാണ്. അതായത് ഞാൻ എല്ലാവരും വെച്ച് പിടിപ്പിച്ച് കടപ്ലാവ്, മാവ്, തെങ്ങുകൾ 6-7 തെങ്ങ് വെച്ചിട്ടാണ് ഗൈസ്. അതിൽ നിന്ന് എനിക്കൊരു തെങ്ങ് വീണ് പോയി കഴിഞ്ഞ. അപ്പോൾ ഒരു വർഷം വേറെ അത് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാനിപ്പോൾ ഈ പറമ്പ് ഇങ്ങനെയൊക്കെ ആക്കിയിട്ടാണ്. കാരണം എനിക്ക് ജീവിക്കാൻ നേരെ യാതൊരു മാർഗ്ഗം ഉണ്ടായിരുന്നില്ല. 2 പിള്ളേരെ പഠിപ്പിക്കുന്നിരുന്നു, വളർത്തുന്നിരുന്നു. അപ്പോൾ അതൊക്കെ അങ്ങനെ ഇരുന്നിട്ടാണ്. അങ്ങനെ ഞാൻ മുകളിലോട്ട് നോക്കിയപ്പോൾ ആകാശം, താഴത്തോട്ട് നോക്കിയപ്പോൾ ഭൂമിയാണല്ലോ. അപ്പോൾ ഞാൻ ഇതിനകത്ത് എല്ലാവരും വെച്ച് കൊടുത്തിട്ടാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നാളെ ജീവിക്കണമല്ലോ, അപ്പം തന്നെ ജീവിക്കാനല്ല. പക്ഷേ ആ ഞാൻ പറഞ്ഞില്ലേ നാളൊരു തെങ്ങ് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നില്ല. ഇത് കണ്ട ഇഷ്ടമായൊരു തേങ്ങയും വെള്ളക്കൊക്കെ ഉണ്ടിട്ടാണ്. പക്ഷേ ഇത് നോക്കി ഗേസ് എനിക്ക് സങ്കടം വന്നിട്ട് പാടില്ല. ഇത് കണ്ടിട്ട് ഈ കാറ്റിനുണ്ടല്ലോ, ഇത് നോക്കി വെള്ളക്കകളൊക്കെ വീണ് പോയാക്കിയാണ്. ഒരു കൊല മൊത്തം ഇടിഞ്ഞു പോയി ഗേസ്. അപ്പോൾ ഇവിടെ ഞാൻ മുളക് തയ്യൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായി. നോക്കി ഇതൊക്കെ വലിച്ച് നീക്കണമെങ്കിൽ പാടാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് വീണും കൂടി ഇരിക്കുകയാണ് ഗേസ്. നോക്കി കണ്ട ഇവിടെയൊക്കെ വെള്ളക്ക ഇടിക്കുന്നത് കണ്ട. ആ വെള്ളക്ക ഒരു കൊല മുഴുവനും ഇടിഞ്ഞ് 10-32 വെള്ളക്ക ഉണ്ട്. അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ ഉണ്ട്. കണ്ട ഇതൊക്കെ വീണ് പോയി ഗേസ്. അപ്പോൾ അങ്ങനെയാണെന്ന് പറയുന്നത്. നമ്മൾ ഇത്രയും പാട് കഴിച്ച് നട്ട് നമ്മുടെ ഇതേപോലെയൊക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമല്ലേ ഗെയ്സ്? വേണ്ടല്ല ഗെയ്സ്, ഇനി ഒരു കാറ്റും കൂടി വന്നാൽ ഇതൊക്കെ കൊലയൊക്കെ ഇടിഞ്ഞാക്കണത്. അല്ലെങ്കിൽ തന്നെ ഇടിഞ്ഞിടിഞ്ഞ ഓരോന്നിൻ്റെ മുകളിലായിട്ടാണ് ഇരിക്കുള്ളൂ. ഇതിപ്പോൾ ഒന്നും കൂടി ഇടിഞ്ഞാണ് ആ ഒരു കൊലയിൽ വെള്ളമൊക്കെ മൊത്തം പോയാക്കണത്. നല്ലോണം തേങ്ങ ഉണ്ടാവണ തെങ്ങാണ് കേട്ടോ. എനിക്ക് വേറെ തെങ്ങും ഉണ്ട്. അപ്പോൾ ഞാൻ ആ തെങ്ങൊക്കെ കാണിച്ചു. അപ്പോൾ ഇതാണ് എൻ്റെ പറമ്പ്. എന്താ അതെല്ലാവരും ഉണ്ട് എനിക്ക്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് വെക്കാൻ പറ്റിയ സാധനങ്ങളൊക്കെ ഞാൻ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഗീസ്. അപ്പം ഇതാണ് എൻ്റെ പറമ്പില്ല വിശേഷം. കപ്പ ഇനി കുറച്ച് മുറ്റുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഇതൊക്കെ വീണ് എടുക്കണ കാരണം എനിക്കിപ്പോൾ ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റണില്ല. അതിൻ്റെ ഇടയ്ക്ക് ഇതിനകത്തൊരു പോസ്റ്റൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ വെള്ളം അതിൻ്റെ കടക്ക് ഇത് തുഴപ്പനൊക്കെ തേഞ്ഞിട്ടേ. അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇത്ര ഉള്ളട്ടെ ഗൈസ്, ഇത് കാണിക്കാൻ വേണ്ടിയാണ്. അപ്പം നമ്മളെല്ലാവരും വിചാരിച്ച ഇതേപോലെ പറമ്പിൽ നമുക്ക് ജീവിക്കാൻ, അതായത് നമുക്കൊരാവശ്യതയുള്ള സമയത്ത് നമുക്ക് ഒരു കരിക്കിട്ട് കുടിക്കണമെങ്കിൽ അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ നട്ട് വെച്ചാൽ നമുക്ക് നല്ല കാര്യമാണ്. എന്നും നമ്മളെ ചിലപ്പോൾ ചില സമയത്തൊക്കെ സംരക്ഷിക്കാൻ എല്ലാവരും ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെയൊക്കെ നട്ട് വെക്കാം. അപ്പം നമുക്ക് മക്കൾക്കും ഉപകാരവും നമുക്കും ഉപകാരവും മറ്റുള്ളവർക്കും ഉപകാരവും. അപ്പോൾ ഈ വീഡിയോ ഇന്ന് ഇത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ പാക്കല. അങ്ങനെ ഇത് കണ്ടൊരു കുഞ്ഞൻ തെങ്ങ് കണ്ടാ, ഞാനതും കൊലച്ചിട്ട ഗൈസ്. അപ്പം എനിക്ക് തെങ്ങുകളും വാഴകളും ഇത് കണ്ട, വാഴയൊക്കെ കാറ്റത്തൊക്കെ പോയി. എന്നാലും അതൊക്കെ ഉണ്ടല്ലോ, നമുക്ക് സമാധാനിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിക്ക് സന്തോഷിക്കാനും സങ്കടപ്പെടാനൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് നമ്മുടെ ജീവിതം അങ്ങനെയുള്ളത്. വേണ്ട കൊല വരണം. ഞാൻ ഇന്നാൾ കാണിച്ചില്ലേ കൊല ഇതിനകത്ത് പോയിന്ന് വേറൊരു വാഴ കൊലച്ചത്, അത് ഒടിഞ്ഞു പോയിട്ടാ. അതങ്ങാട് വീണുപോയി. അത് ഒട്ടും മൂത്തിട്ടില്ല. ഇത് പിന്നെ മൂത്താണ്. പക്ഷേ അഴുക്ക് വെള്ളം കാരണം എടുക്കാൻ പറ്റില്ല ഗൈസ്. അപ്പം ഇത് കണ്ട വേറൊരു. അപ്പം ഇതൊക്കെ ഞാൻ ഈ വെച്ചാക്കണതൊക്കെ നമ്മുടെ മറ്റേ കുഞ്ഞൻ തെങ്ങുകളാണ്. പക്ഷേ ഞാനൊരു നാടൻ തെങ്ങ് വെച്ച് ഗൈസ്. ഇത് നോക്കി അതും കൊലച്ചട്ടാ. അതുമ്പോൾ തേങ്ങ ഉണ്ടാകുമെന്ന് അറിഞ്ഞുകൂടാ. അത് കുളത്തിൻ്റെ ചേത്താണ്. എന്താ കുളം, അതിൻ്റെ കുളം ഉണ്ടാക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ ചേത്താണ് ആ തെങ്ങ്. അപ്പോൾ അത് കൊലച്ചിട്ടുണ്ട്. തേങ്ങ കിട്ടുമെന്ന് അറിയില്ല, മുറിച്ച് കളാണ്ടി വരുമെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ അത് പിന്നെ അവിടെ ഉണ്ട് കേട്ടോ വാഴ. കണ്ട ഗൈസ്, അങ്ങനെ അവിടെ വാഴയുണ്ട്. അപ്പോൾ എൻ്റെ മൊത്തം പറമ്പ് ബാക്ക് വശമുണ്ട് ഞാൻ ഈ കാണിക്കുന്നത്. പിന്നെ എൻ്റെ പുന്നാരമാവ് അതുമ്മ കയറിയാക്കണ കൊടി കുരുമുളകൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതിന് തിരിയിട്ടാക്കണം കാണിച്ചേട്ടെ ഗൈസ്. കയ്യത്തില്ല കണ്ട തിരി എന്താ കുരുമുളകിന് തിരിയിടണ്ട കേട്ടോ ഗൈസ്. അപ്പോൾ അതിന് ഞാൻ എന്നാണ് കൊടുക്കണത് ഫിഷ് അമിനോ ആസിഡും ഒക്കെ കൊടുക്കട്ടെ ഇടയ്ക്കിടയ്ക്ക്. ഇപ്പം നമ്മൾ തിരിയിടുന്ന സീസണിൽ എന്തായാലും നമ്മൾ ഈ അതിന് ഇത് കൊടുക്കാം, ഇത് വളം കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് നല്ലോണം കായ പിടിച്ചോളും. അപ്പം നമ്മുടെ പറമ്പ് നോക്കിയ ഗൈസ്. പിന്നെ കാച്ചിൽ ഞാൻ ഇന്നാൾ നട്ടത് വളർന്ന് പന്തലിച്ചു.
അത് കയറിപ്പോയാക്കണ സ്ഥലം നോക്കി നമ്മുടെ മാവുമ്മലോട്ടാണ് കണ്ട. അത് പടർന്ന് വന്നിട്ട് മാവുമ്മലേക്ക് പടർന്ന് കയറി. അപ്പോൾ മാവുമ്മ അധികം മാങ്ങ ഇനി ഉണ്ടാവാൻ വഴിയില്ല കേട്ടോ ഗൈസ്. എന്താണെന്ന് വെച്ചാൽ അത് കയറിയല്ല, ഒന്നിന് ജീവിക്കാൻ മറ്റൊന്ന് സഹായം അല്ലേ. അപ്പോൾ അതങ്ങനെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ മത്തനൊക്കെ എടുക്കണ നോക്കിയ ഗൈസ്, മത്തങ്ങ ഉണ്ടാകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ ഇതേപോലെ ഇടുന്ന് കുറച്ച് ബുദ്ധിമുട്ട് എന്തായാലും ഉണ്ട്. പക്ഷെ നമ്മളുടെ ആ ബുദ്ധിമുട്ട് ജീവിക്കണേന് നമ്മളൊന്ന് ആസ്വദിച്ച് നോക്കി, നമ്മുടെ ജീവിതം സുന്ദരമാകും. ചില സമയങ്ങളിൽ നമുക്കിതൊരു ഉപകാരമുണ്ട്, ചില സമയങ്ങളിലല്ല കേട്ടോ ഗൈസ്. നമുക്കൊരവശത വരുന്ന നേരത്ത് ഒരു കരിക്കിട്ട് കുടിക്കാനോ എന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മുടെ ഈ പറമ്പിൽ ഒന്നുമില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഗൈസ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്യുക. കുറച്ച് സ്ഥലമുള്ളെങ്കിലും നമുക്ക് എല്ലാവരും ചെയ്യാൻ പറ്റും. അവിടെയൊക്കെ എൻ്റെ ഹസ്ബൻഡ് ഇതുപോലെ മരുഭൂമിയാക്കിയിട്ടിട്ട് നമുക്കൊരു ഉപകാരമില്ല. കാര്യം കാണാൻ ഭംഗിയുണ്ടാവും, പക്ഷേ ജീവിക്കാൻ അതിൽ നമുക്കൊന്നും കിട്ടില്ല. പക്ഷേ കുറച്ച് സ്ഥലമുള്ളെങ്കിലും ഞാനിപ്പോൾ ഈ ചെയ്താക്കണ പോലെയൊക്കെ ചെയ്താൽ നല്ല കാര്യം. അന്ന് എനിക്ക് മരുഭൂമി പോലെ എടുക്കാനാണ് ഇഷ്ടം. കാരണം നമുക്കന്ന് വലിയ കുഴപ്പമുണ്ടായില്ല. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ. അപ്പോൾ ഈ വീഡിയോ ഇന്ന് ഇത്ര ഉള്ളൂ ഗൈസ്. ഇത്തിരി ലെങ്ത് ഉള്ളതാണ്, എല്ലാവരും കാണാൻ പറ്റിയാൽ കാണുക. എനിക്കതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റിയാൽ കാണും. അപ്പം ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റ.